ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നാളെ കർക്കിടക വാവാണ്. അപ്പോൾ വാവിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ബലിതർപ്പണം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തായാലും വ്രതമുണ്ടാകും. അല്ലാത്തവരും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. വ്രതത്തിൻ്റെതായ എല്ലാ ശുദ്ധികളും പാലിക്കേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പീരീഡ്സോ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ എല്ലാ ശുദ്ധിയോടും കൂടി മറ്റൊരിടത്ത്, പൂജാമുറി അല്ലാതെ മറ്റൊരിടത്തിരുന്ന് ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ നാളെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ വിളമ്പാറുണ്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ പിതൃക്കളെ സ്മരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പിതൃക്കളോട് കുറച്ച് കാര്യങ്ങൾ ഒരു പ്രാർത്ഥന പോലെ പറയുക. അതായത്, എൻ്റെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നോ എൻ്റെ ഭാഗത്തു നിന്നോ പിതൃക്കളോട് തെറ്റായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിതൃക്കൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതൃക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ. അതുപോലെ എൻ്റെ പിതൃക്കൾ എന്ത് തെറ്റുകൾ അവർ ജീവിച്ചിരുന്നപ്പോഴോ എന്ത് തെറ്റുകൾ അവരുടെ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഡിവൈൻ ക്ഷമിച്ച് നൽകണമേ എന്ന് ഡിവൈനോട് പ്രാർത്ഥിക്കുക. എൻ്റെ പിതൃക്കളുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും നൽകണമേ എന്നും ഡിവൈനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് തൊഴിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ, കാർമിക് പാർട്ട്ണറിൻ്റെ പ്രശ്നങ്ങൾ, കാർമിക്സിൻ്റെ പ്രശ്നങ്ങൾ, ചുറ്റിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് ഈ ഒരു ആൻസിസ്ട്രൽ ഹീലിംഗ് കൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി നേടാനായിട്ട് സാധിക്കും. ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു സോൾ പെയിന് കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എല്ലാറ്റിനുമുള്ള ഒരു സൊല്യൂഷൻ ഈ ഒരു ആൻസിസ്ട്രൽ ഹീലിങ്ങിലുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡേ, നാളെ ആൻസിസ്ട്രൽ ഹീലിംഗ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഡേ ആണ്. നിങ്ങൾ സന്ധ്യയ്ക്ക് നാളെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആൻസിസ്റ്റേഴ്സിൻ്റെ നാളെ എന്തായാലും അവരുടെ പ്രസൻസ് ഉണ്ടാകും. നമുക്ക് നേരിട്ട് അവരോട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവരുടെ എല്ലാ ആശസ്സോടും കൂടി നിങ്ങൾ ആൻസിസ്ട്രൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ആൻസിസ്ട്രൽ ഹീലിംഗ് എങ്ങനെ കണ്ടെത്തണം എന്ന് വെച്ചാൽ, യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ ആൻസിസ്ട്രൽ ഹീലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അനുയോജ്യമായ ഒരു ആൻസിസ്ട്രൽ ഹീലിംഗ് കാണിച്ചു തരണേ ഡിവൈൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസിസ്ട്രൽ ഹീലിംഗ് വരും. ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സ് തന്നെ ചെയ്യാം. അതാണ് ആവശ്യം. എന്നാലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ടത് ആ ഒരു കറക്റ്റ് പ്രോസസ്സ് നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. അതിൽ